+1 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഈ ഒരു വീഡിയോയോട് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നത്. കേരള സ്റ്റേറ്റ് സിലബസ് ബേസ്ഡ് ടോപ്പിക്സ് ആണ് ഞങ്ങൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ചാപ്റ്റർ 1 ഫസ്റ്റ് ടോപ്പിക് വരുന്നത് മെഷീൻ എവല്യൂഷൻ ആണ്. അതായത് കൗണ്ടിങ് മെഷീൻസ് അല്ലെങ്കിൽ കാൽക്കുലേറ്റിംഗ് മെഷീൻസ് ഓരോ കാലഘട്ടത്തിലും അതിന് വന്നിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ്സ്, ചേഞ്ചസ്, അതിനെക്കുറിച്ച് കുറച്ച് മെഷീൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുൻപ് ഉണ്ടായിരുന്ന ഒരു കൗണ്ടിങ് മെക്കാനിസം എന്തൊക്കെയായിരുന്നു, അന്നത്തെ ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കൗണ്ടിങ് മെക്കാനിസം എന്തൊക്കെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. യൂസിങ് ഫിംഗേഴ്സ്, നമ്മുടെ കൈവിരലുകൾ വെച്ച് കൗണ്ട് ചെയ്തിരുന്നു. പിന്നെ സ്റ്റോൺസ്, എണ്ണമനുസരിച്ച് കല്ലുകൾ പറക്കി വെച്ച് നമ്മൾ കൗണ്ട് ചെയ്തിരുന്നു. പിന്നെ വാളിൽ, ചുമരുകളിൽ ലൈൻസ് വരച്ച് അവർ നോട്ട് ചെയ്തിരുന്നു. ഇത്ര എണ്ണം കൗണ്ട് നോട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ റോപ്പിൽ ഓരോ കെട്ട്, ഇടയ്ക്ക് ഓരോ കെട്ട് വെച്ച് കൗണ്ട് ചെയ്തിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള കൗണ്ടിങ് മെക്കാനിസം അവർ ഫോളോ ചെയ്തിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു കാൽക്കുലേറ്റിംഗ് മെഷീൻ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഓരോന്നായിട്ട് പഠിക്കാൻ പോകുന്നത്. ക്ലിയർ? അബാക്കസ്, ദാറ്റ് മീൻസ് കാൽക്കുലേറ്റിംഗ് ബോർഡ്. കാൽക്കുലേറ്റിംഗ് ബോർഡ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് മെസപ്പൊട്ടോമിയൻസ് ആണ്. പ്ലേസ് വാല്യൂ സിസ്റ്റം ബേസ് ചെയ്തിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ് നമുക്ക് ഇതിൽ കൂടെ നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും വെർട്ടിക്കൽ ലൈൻസ്. നമുക്ക് വെർട്ടിക്കൽ ലൈൻസ് അവൈലബിൾ ആണില്ല. അതിൽ റോഡ് അല്ലെങ്കിൽ വയേഴ്സ് എന്ന് പറയുന്നു. ഓരോ വയറിലും 7 ബീറ്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 7 ബീറ്റ്സ്, ടോട്ടൽ 7 ബീറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഒരു ഹൊറിസോണ്ടൽ ലൈൻ നമുക്ക് കാണാൻ പറ്റും. ഈ ഹൊറിസോണ്ടൽ ലൈനിന് താഴെ 5 ബീറ്റ്സ് ആണ് ടോട്ടൽ ഉള്ളത്. ഹൊറിസോണ്ടൽ ലൈനിന് താഴെ 5 ബീറ്റ്സ്. ഇതിൽ ഓരോ ബീറ്റ്സിന് ഈ ബീറ്റ്സിന് 1 വാല്യൂ, ഈ ബീറ്റിന് 1 വാല്യൂ, ഈ ബീറ്റിന് 1 വാല്യൂ, ഈ ബീറ്റിന് 1 വാല്യൂ ആൻഡ് ഈ ബീറ്റിന് 1 വാല്യൂ. അങ്ങനെ ടോട്ടൽ 5 ആണ് ഈ ഹൊറിസോണ്ടൽ ലൈനിന് താഴെയുള്ള ബീറ്റ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഈ ഹൊറിസോണ്ടൽ ലൈനിന് മുകളിലുള്ള 2 ബീറ്റിൻ്റെ കാര്യം നോക്കുക. ഈ ബീറ്റിന് വാല്യൂ 5 ആണ്. ഒരു ബീറ്റിൻ്റെ വാല്യൂ 5 ആൻഡ് സെക്കൻഡ് ബീറ്റിൻ്റെ വാല്യൂ 5. ടോട്ടൽ 10 വാല്യൂ ആണ് ഹൊറിസോണ്ടൽ ലൈനിന് മുകളിലുള്ള ബീറ്റ്സിൻ്റെ വാല്യൂ. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ അബാക്കസിൽ ഒരു നമ്പർ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് പ്ലേസ് വാല്യൂ സിസ്റ്റം ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞു അല്ലേ. ഇത് 0th പ്ലേസ്, ഇത് 10 പ്ലേസ്, 100 പ്ലേസ്, 1000 പ്ലേസ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു റോഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഹൊറിസോണ്ടൽ ലൈനിലേക്ക് 2 ബീറ്റാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, അപ്പ് ചെയ്തേക്കുന്നത്. 2 ബീറ്റ്. ഇത് ബീറ്റ് 1 ആൻഡ് ദിസ് ഇസ് ബീറ്റ് 2. സോ ഓരോ ബീറ്റിനും 1 വാല്യൂ വെച്ചിട്ടാണെങ്കിൽ ഇവിടുത്തെ ഈ ഒരു റോഡിലെ വാല്യൂ, ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 2. ദിസ് ഇസ് 1 ആൻഡ് ദിസ് ഇസ് 2. 1 + 1 = 2. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് റോഡ്. ഇവിടെ 3 ബീറ്റാണ് ഈ ഹൊറിസോണ്ടൽ ലൈനിലേക്ക് ടോട്ടൽ 3 ബീറ്റാണ് നമ്മൾ അപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 1, 2 ആൻഡ് 3. സോ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 3. ക്ലിയർ? മൂവിങ് ടു ദ നെക്സ്റ്റ് റോഡ്. ഇവിടെ ഹൊറിസോണ്ടൽ ലൈനിന് താഴെ 1 ബീറ്റാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, അപ്പ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഹൊറിസോണ്ടൽ ലൈനിന് മുകളിലുള്ള 1 ബീറ്റ് നമ്മൾ ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബീറ്റിൻ്റെ വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 ആണ്. സോ ഈ ബീറ്റ് 5ഉം ഈ ബീറ്റ് 1ഉം. സോ 5 + 1 = 6. സോ ഈ ഒരു റോഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ഈ റോഡിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. ദെൻ മൂവിങ് ടു ദ നെക്സ്റ്റ് റോഡ്. ഇവിടെ ഹൊറിസോണ്ടൽ ലൈനിന് താഴെ 4 ബീറ്റ്സ്, ബീറ്റ് 1, 2, 3 ആൻഡ് 4. 4 ബീറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. സോ ഇത് മൊത്തത്തിൽ നമുക്ക് നോക്കാം. 2 ബീറ്റ്സ് ഇവിടെ ഈ റോഡിൽ 2, ദെൻ 3, ഇവിടെ 6, 5 + 1 6 ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 4. അപ്പോൾ നമുക്ക് ഈ ഒരു നമ്പർ പറയാം. 2000, 1000ൻ്റെ പ്ലേസിൽ 2, 2000
2364. 2364 എന്ന് പറയുന്ന വാല്യൂ ആണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന അബാക്കസിൽ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ? ഇനി ഈ അബാക്കസ് വെച്ചിട്ടുള്ള കാൽക്കുലേഷൻസ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, അതൊക്കെ നമുക്കൊന്ന് നോക്കാം. അബാക്കസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു അഡീഷനാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത് 54 പ്ലസ് 46. സോ 54നെ നമ്മൾ എന്ത് ചെയ്യുന്നു? റെപ്രസെൻറ്റ് ചെയ്യുന്നു. ആദ്യം തന്നെ 54ൻ്റെ 1ൻ്റെ പ്ലേസിൽ 4 ആണ് വന്നിരിക്കുന്നത്. സോ 1ൻ്റെ പ്ലേസ് ഇതാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 4നെ റെപ്രസെൻറ്റ് ചെയ്യണം. 4നെ റെപ്രസെൻറ്റ് ചെയ്യണത് എങ്ങനെയാണ്? ഇവിടെ 4 ബീറ്റ്സിനെ ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനിൻ്റെ അടുത്തേക്ക് ഈ ഒരു 4 ബീറ്റ്സിനെ 1 2 3 4 ബീറ്റ്സിനെ കൊണ്ടുവരാം. സോ നമ്മൾ 4നെ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തു. അതുപോലെ തന്നെ 5നെ നമുക്ക് എന്ത് ചെയ്യണം? 10ൻ്റെ പ്ലേസിൽ കൊണ്ടുവരണം. സോ ഈ ഹൊറിസോണ്ടൽ ലൈനിലേക്ക് മുകളിൽ നിന്നുള്ള ഒരു 5നെ, ഈ ഒരു 5 വാല്യൂ ഉള്ള ഒരു ബീറ്റിനെ നമ്മൾ ഈ എന്ത് ചെയ്തു? ഈ ഇവിടെ ഉണ്ടായിരുന്ന ഒരു 5 വാല്യൂ ഉള്ള ഒരു ബീറ്റിനെ നമ്മൾ എന്ത് ചെയ്തു? ഈ ഹൊറിസോണ്ടൽ ലൈനിലേക്ക് കൊണ്ടുവന്നു. സോ നമുക്ക് ഈ അബാക്കസ് കണ്ടാൽ അറിയാം. ഈ അബാക്കസ് റെപ്രസെന്റ് ചെയ്യുന്നത് 54. ഇത് 5ഉം ഇത് 4ഉം ആണ്. 54 എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഇനി 54നൊപ്പം ആഡ് ചെയ്യേണ്ടത് 46 ആണ്. 46ൽ 4ൻ്റെ ഒപ്പം ആഡ് ചെയ്യേണ്ടത് 6 ആണ്. ക്ലിയർ? 4ൻ്റെ ഒപ്പം ആഡ് ചെയ്യേണ്ടത് 6 ആണ്. അപ്പോൾ 4 നമുക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇനി അതിൻ്റെ ഒപ്പം എന്ത് വരണം? 6ഉം കൂടി നമുക്ക് ആഡ് ചെയ്യണം. 6 ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? 5 പ്ലസ് 1, ഇവിടെ നമ്മൾ ഈ 5നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ 5 വാല്യൂ ഉള്ള ഒരു ബീറ്റിനെ താഴത്തേക്ക് കൊണ്ടുവന്നു. പ്ലസ് ഈ 1 വാല്യൂ ഉള്ള ബീറ്റിനെ മുകളിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ 4ൻ്റെ ഒപ്പം ഇവിടെ ഒരു 5ഉം വന്നു, ഇവിടെ ഒരു 1ഉം വന്നു. അതായത് ഈ 4ൻ്റെ ഒപ്പം ഒരു 6 വന്നു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുക, 4 ഓൾറെഡി ഉണ്ടായിരുന്നത്. ആ 4നൊപ്പം നമ്മൾ മുകളിൽ നിന്ന് ഒരു 5നെയും കൊണ്ടുവന്നു, താഴേന്ന് ഒരു 6 ഒരു 1നെയും കൊണ്ടുവന്നു. സോ 5 പ്ലസ് 1 6, ഓൾറെഡി ഉണ്ടായിരുന്ന 4 ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ 5 ഓൾറെഡി ഉണ്ട്. 5ൻ്റെ ഒപ്പം നമുക്ക് ആഡ് ചെയ്യേണ്ടത് 4നെയാണ്. സോ ഈ ബീറ്റ് ഈ 4 ബീറ്റ്സിന് 1 2 3 അങ്ങനെ 1 2 3 4 4 ബീറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഹൊറിസോണ്ടൽ ലൈനിലേക്ക് കൊണ്ടുവരാം. അതാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത്. ക്ലിയർ? താഴേന്ന് 4 ബീറ്റ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓൾറെഡി ഉണ്ടായിരുന്ന 5 വാല്യൂ ഉള്ള ബീറ്റ് ഓൾറെഡി അവിടെ ഉണ്ട്. ഇനി അപ്പോൾ നമ്മൾ ആവശ്യമുള്ള വാല്യൂസിനെ നമ്മൾ ഈ ഹൊറിസോണ്ടൽ ലൈനിലേക്ക് കൊണ്ടുവന്നു. ഇതിനെ ഒരു ആൻസറിങ് ബാർ എന്ന് നമുക്ക് പറയാം. അപ്പം ഇനി ഈ ബീറ്റ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? കൗണ്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നോക്കുക, നമ്മൾ കൗണ്ട് ചെയ്യുക. ഓരോന്നിനെ കൗണ്ട് ചെയ്ത് നമ്മൾ താഴത്തേക്ക് കൊണ്ടുവരാം. 1 2 3 4 5 ഈ 4 ബീറ്റ്സിനെയും കൗണ്ട് ചെയ്ത് താഴത്തേക്ക് കൊണ്ടുവന്നു. ക്ലിയർ? താഴത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ എന്തായി? 5 നമ്മൾ കൗണ്ട് ചെയ്തപ്പോൾ 5 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി. ദെൻ ഇതിനെ നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഈ 5 പ്ലസ് ഈ ഒരു 5ഉം കൂടി ആകുമ്പോൾ 10 ആയി. അതായത് നമുക്ക് 1ൻ്റെ പ്ലേസിലുള്ള വാല്യൂസ് ആഡ് ചെയ്തപ്പോൾ 10 എന്ന് പറയുന്ന വാല്യൂ ആണ് കിട്ടിയത്. അപ്പോൾ 10 നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? എഴുതാൻ പറ്റില്ല. കാരണം നമ്മൾ 0 എന്ത് ചെയ്തു? 0 നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഇട്ടു. ദെൻ ക്യാരി 1 നമ്മൾ നെക്സ്റ്റ് പ്ലേസിലേക്ക് കൊടുത്തു. 0 തൊട്ട് ക്യാരി 1 നെക്സ്റ്റ് പ്ലേസിലേക്ക് നമ്മൾ കൊടുത്തു. ഇനി നെക്സ്റ്റ് പ്ലേസിലെ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. നെക്സ്റ്റ് പ്ലേസിലെ ബീറ്റ്സിനെ നമുക്ക് ആഡ് ചെയ്യാം. ഈ ബീറ്റിനെ ഇങ്ങനെ കൊണ്ടുവന്നു 1 2 3 and 4. അപ്പോൾ ഇവിടെ 4 കൗണ്ട് 4 കിട്ടി. ദെൻ 4 പ്ലസ് 1 4 പ്ലസ് 5 9. ഈ 9ൻ്റെ ഒപ്പം ഈ ഒരു ക്യാരിയും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സോ 9 പ്ലസ് 1 10. 10 വരുമ്പോഴേ നമുക്ക് ഈ രണ്ടാമത്തെ പ്ലേസിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 0 ഇടാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്തു? 0 പ്ലേസ് ചെയ്തു. ഇനി ആ ക്യാരി നമ്മൾ എന്ത് ചെയ്യണം? മൂന്നാമത്തെ പ്ലേസിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഇവിടെ നമ്മൾ ആ ക്യാരി കൊണ്ടുവരണം. സോ ഫൈനലി നമ്മുടെ അബാക്കസ് ഫൈനലി ഇങ്ങനെയായിരിക്കും നിൽക്കുന്നത്. അപ്പം നമുക്ക് ആൻസർ എഴുതാം. 100ൻ്റെ പ്ലേസിൽ എന്താ വന്നിരിക്കുന്നത്? ഒരു ബീറ്റാണ് വന്നിരിക്കുന്നത്. ഏത് വാല്യൂ ഉള്ള ബീറ്റ്? 1 എന്ന് പറയുന്ന വാല്യൂ ഉള്ള ബീറ്റാണ് വന്നിരിക്കുന്നത്. സോ 1 ഇവിടെ കൊടുക്കുക. ഇനി 10ൻ്റെ പ്ലേസിൽ ഹൊറിസോണ്ടൽ ബാറിൻ്റെ അവിടത്തേക്ക് ഒരു ബീറ്റ്സ് നമുക്ക് അവൈലബിൾ അല്ല. സോ 0 കൊടുക്കുക. 1ൻ്റെ പ്ലേസിലും 0 ബീറ്റ്സ് ആണ്. സോ 0 കൊടുക്കുക.
തുടർന്നുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സ് കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും ഞങ്ങൾ സിലബസ് ബേസ്ഡ് വീഡിയോസ് ഇടുന്നതാണ്. സോ കീപ് വാച്ചിങ്. താങ്ക് യു.